പോളിംഗിന്റെ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മളോടൊപ്പം മേഘന മുരളി ചേരുന്നുണ്ട്. മേഘനയുള്ളത് കൊട്ടാരക്കരയാണ്. മേഘന, എന്താണ് കൊട്ടാരക്കരയിൽ നിന്നുള്ള വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ഗോപീകൃഷ്ണൻ. കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ചൂടൊക്കെ വരുന്നതിന് മുന്നേ തന്നെ വിസ്മയങ്ങൾ കണ്ട സ്ഥലമാണ്. അതിൽ ഐഷ പോറ്റി LDF-ൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് R രശ്മി BJP-യിൽ എത്തുന്നു. അതുപോലെ തന്നെ KN ബാലഗോപാലാണ് ഇവിടെ വീണ്ടും മത്സരരംഗത്ത് LDF-നായി ഉള്ളത്. അങ്ങനെ പല വിസ്മയങ്ങൾ കണ്ടു. ഇനി എന്ത് വിസ്മയം കാണാനിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കൊട്ടാരക്കര ചോദിക്കുകയും ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര ഇംഗ്ലീഷ് ട്രെയിനിങ് സെന്ററിലാണ്. ഇവിടുത്തെ 94-ാം ബൂത്താണ്. ഇവിടെ സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ 6 സ്ഥാനാർത്ഥികളാണ് കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്ന് മാത്രമായി ഇവിടേക്ക് മത്സരിക്കാനുള്ളത് എന്നുള്ളതാണ്. അതിൽ ജനം എന്ത് വിധി എഴുതുമെന്ന് തന്നെയാണ് നോക്കിക്കാണാനുള്ളത്. ഇവിടെ ഗോപീകൃഷ്ണൻ, നമുക്കിവിടെ ഒരു കൗതുകമുള്ളത്, രാവിലെ വന്ന ഉടനെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ചേട്ടന് എല്ലാ പ്രാവശ്യവും ഈ ബൂത്തിൽ നിന്ന് ആദ്യ വോട്ടറായി വോട്ട് ചെയ്തതാണ്. ചേട്ടാ, പേരെന്താ? രവിചന്ദ്രൻ. എന്താണ് എല്ലാ തവണയും ഒന്നാമതായി വോട്ട് ചെയ്യാനുള്ള കാരണം? ഒരാഗ്രഹം. എത്ര വർഷമായി അങ്ങനെ വോട്ട് ചെയ്തു? ഒരുപാട് വർഷമായി. ഒരുപാട് വർഷം എന്ന് പറയുമ്പോൾ ഒരു 10-60 കൊല്ലമായി. വീട് ഇവിടെ അടുത്താണ്. അപ്പൊ ഇനിയും അങ്ങനെ തന്നെ തുടരാൻ തീർച്ചയായിട്ടും ജീവനുണ്ടെങ്കിൽ ഒന്നിരിക്കും. ഗോപീകൃഷ്ണൻ അങ്ങനെയാണ്, ഒരു ആഗ്രഹപ്പുറത്ത് എല്ലാ തവണയും ഈ ബൂത്തിൽ ഒന്നാമതായി വോട്ട് ചെയ്യുന്ന ചേട്ടനാണ്. അങ്ങനെ പല കൗതുകങ്ങളും ഈ ബൂത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. 965 വോട്ടർമാരാണ് ആകെ ഇവിടെയുള്ളത്. എല്ലാവരും രാവിലെ തന്നെ വോട്ട് ചെയ്ത് പൂർത്തിയാക്കുമെന്നുള്ളതാണ് ഇവിടെ നിന്ന് പറയുന്നത്. ഇവിടെ പോളിംഗ് ഏജന്റുമാരും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരും ഒക്കെ എത്തുകയും ചെയ്തിട്ടുണ്ട്. മോക്ക് പോളിംഗ് അവസാന ഘട്ടത്തിലാണ്. അവസാന ഘട്ടത്തിൽ നേരത്തെ തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചിരുന്നു. ഇവിടെ നടപടിക്രമങ്ങളൊക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ പൂർത്തിയാക്കുകയാണ്. അതിനുശേഷം 7 മണിയോടുകൂടി തന്നെ ഈ പോളിംഗ് ആരംഭിക്കുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് LDF സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള KN ബാലഗോപാൽ വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു പോളിംഗ് ബൂത്ത് കൂടിയാണ്. അങ്ങനെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കൊട്ടാരക്കര. അവിടെ ആര് എങ്ങനെ വിധി എഴുതുമെന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്. അധികം ആളുകൾ ഈ ബൂത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. അത് ഒരു 7 മണിയാവുമ്പോൾ തന്നെ ഇവിടെ ഒരു ക്യൂ കാണാനാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.